ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാമറസ് എയർലൈൻ കമ്പനിയുമായ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ മൂന്നാം സ്ഥാനത്തും എന്നാൽ 2022 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഏകദേശം 65,000-ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന, അതിൽ 23,000-ഓളം ഫീമെയിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന, 170-ഓളം നാഷണാലിറ്റീസ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് എയർലൈൻസിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്, ഒരുപാടധികം പോസ്റ്റുകളിലേക്കായിട്ട് ഒരുപാടധികം വേക്കൻസികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു എയർലൈൻ കമ്പനി അതായത് എമിറേറ്റ്സ് എയർലൈനിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിഞ്ഞാൽ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് നൽകുന്നുണ്ട്. അതായത് ക്യാഷ് ബെനിഫിറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ്, കൺസെഷണൽ ട്രാവൽ, എമിറേറ്റ്സ് പ്ലാറ്റിനം കാർഡ്, അതേപോലെ തന്നെ ട്രാവൽ ഡിസ്കൗണ്ട്, ആനുവൽ ലീവ്, അതേപോലെ തന്നെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമായിരിക്കും. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാൽ കൺസെഷണൽ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. കൺസെഷണൽ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൽ എവിടെ നിന്നും എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കമ്പനി വളരെയധികം തുച്ഛമായിട്ടുള്ള രീതിയിൽ ടിക്കറ്റ് നൽകുന്നതാണ്. അതേപോലെ എമിറേറ്റ്സ് പ്ലാറ്റിനം കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല. എമിറേറ്റ്സ് പ്ലാറ്റിനം കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ UAE എവിടെ നിന്നും, അതായത് ഈ ഒരു പ്ലാറ്റിനം കാർഡ് അംഗീകരിക്കുന്ന 96% സ്ഥാപനങ്ങളാണ് UAE ഈ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് എവിടെ നിന്നും മിനിമൽ ഫീയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ വളരെയധികം വലിയ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഫുഡോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽസിൽ അല്ലെങ്കിൽ റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ താമസിക്കുകയോ ചെയ്യാവുന്നതാണ്. അതായത് UAE ഉള്ളിലെ 600ഓളം റീറ്റെയിൽസ്, അതേപോലെ തന്നെ ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുന്നതാണ്. അത് ഫുഡായാലും ഹോട്ടൽ മുറികളാണെങ്കിലും അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ഈ പ്ലാറ്റിനം കാർഡ് കൊണ്ട് ഉപയോഗമുണ്ട്. അതേപോലെ തന്നെ ട്രാവൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇനി ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ ഹോട്ടൽ, നിങ്ങൾ പുറത്തൊരു ഹോട്ടലിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ലീവ് എടുത്തിട്ട് നിങ്ങളൊരു ടൂർ രീതിയിൽ നിങ്ങൾ സമയം ചിലവഴിക്കാൻ പോവുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അതിനും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതേപോലെ ആനുവൽ ലീവ് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് സർവീസ് അവസാനിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റുകളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാടധികം ബെനിഫിറ്റുകളും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോകത്തിൽ തന്നെ എംപ്ലോയീസിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാടധികം ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യോഗ്യതയുള്ള, താല്പര്യമുള്ള ഏതെങ്കിലും വേക്കൻസികൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരാളുടെയും വാക്കിന് കാത്തു നിൽക്കേണ്ട, ഇപ്പോൾ തന്നെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. കാരണം അത്രയും മികച്ചൊരു കമ്പനിയിൽ അത്രയും മികച്ചൊരു പൊസിഷനിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞു. അതിൽ കുറച്ച് ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയിൽ ഏറ്റവും മികച്ചൊരു പൊസിഷനിൽ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്ക് പറ്റുന്ന വേക്കൻസി ഏതെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആരുടെയും വാക്കിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷിച്ചോളൂ. അപ്പോൾ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നോക്കാം എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. UAE, ഇന്ത്യ, അമേരിക്ക, സിംഗപ്പൂർ, ചൈന എന്നീ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് വേക്കൻസികളുണ്ട്. നമുക്ക് ആദ്യം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നോക്കാം. അതിനുശേഷം എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. കാർഗോ ഓഫീസർ, സെക്യൂരിറ്റി കോർഡിനേറ്റർ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയർ, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, മാനേജർ ഇന്റർനാഷണൽ ആൻഡ് ഗവൺമെൻറ് അഫയേഴ്സ്, സീനിയർ ടെക്നിക്കൽ ഡെവലപ്പർ എഞ്ചിനീയർ, വൈസ് പ്രസിഡന്റ് ഇന്റർനാഷണൽ ആൻഡ് ഗവൺമെൻറ് അഫയേഴ്സ്, സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റ്, സീനിയർ സെക്യൂരിറ്റി ഏജന്റ്, അതേപോലെ തന്നെ സീനിയർ സെയിൽസ് സപ്പോർട്ട് അസിസ്റ്റന്റ്, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, സർവീസ് സെക്യൂരിറ്റി കോർഡിനേറ്റർ റാമ്പ് ഓപ്പറേഷൻസ്, മാനേജർ ക്രിയേറ്റീവ് സർവീസ്, സീനിയർ കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, ട്രാവൽ കൺസൾട്ടന്റ്, സീനിയർ ടെക്നീഷ്യൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ്, റിക്രൂട്ട്മെന്റ് അഡ്വൈസർ, ലൈസൻസ്ഡ് ഫ്ലൈറ്റ് ഡിസ്പാച്ചർ, AVSEC controller, AVSEC controller stands and procedure, senior executive secretary, senior customer sales and service agent, warehouse and logistic assistant, regional sales manager, licensed aircraft engineer, manager sustainability and environment, IT service manager,
പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആർക്കിടെക്ട്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ജനറൽ ഡെൻറ്റിസ്റ്റ്, മെറ്റീരിയൽ പ്ലാനിംഗ് സൂപ്പർവൈസർ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ, അതേപോലെ ബിസിനസ് അനലിസ്റ്റ്, സീനിയർ അഡ്മിനിസ്ട്രേറ്റർ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി, സീനിയർ മെക്കാനിക് ഇൻ ക്യാബിൻ ഓവർഹോൾ വർക്ക്ഷോപ്പ്, സീനിയർ എയർപോർട്ട് സർവീസ് ഏജൻറ്റ്, മെയിൻ്റനൻസ് പ്രോഗ്രാമർ, ജനറൽ മാനേജർ, ഡിജിറ്റൽ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ്, HR കോർഡിനേറ്റർ, സ്പോൺസർഷിപ്പ് സ്പെഷ്യലിസ്റ്റ്, പ്രൊക്യൂർമെൻറ്റ് അനലിസ്റ്റ്, പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ, വാറൻറ്റി ഓഫീസർ, മെയിൻ്റനൻസ് പ്രോഗ്രാമർ, ലൈസൻസഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ലൈസൻസഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ. ഈജിപ്തിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അതേപോലെ റീജിയണൽ ഹെഡ് ഓഫ് HR ബിസിനസ് പാർട്ണർഷിപ്പ്, റീജിയണൽ എക്സ്പ്രസ് മാനേജർ, എയർപോർട്ട് സർവീസ് മാനേജർ, HR ഡയറക്ടർ, എയർപോർട്ട് സർവീസ് ഓഫീസർ, എയർപോർട്ട് സർവീസ് ഏജൻറ്റ്, ലൈസൻസഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, അതേപോലെ തന്നെ ബിസിനസ് ഫിനാൻസ് മാനേജർ, ഓപ്പറേഷൻ ട്രെയിനിങ് പാർട്ണർ, പാസഞ്ചർ സർവീസ്, മെയിൻ്റനൻസ് ഓഫീസർ, മെയിൻ്റനൻസ് മാനേജർ, നേഴ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രൊക്യൂർമെൻറ്റ് മാനേജർ, വാറൻറ്റി സെക്ഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അതേപോലെ സർവീസ് ഡെലിവറി ഓഫീസർ, കാർഗോ മാനേജർ, HR ബിസിനസ് പാർട്ണർ, വൈസ് പ്രസിഡന്റ് ബിസിനസ് സപ്പോർട്ട് സർവീസ് ഡെലിവറി, എയർപോർട്ട് സർവീസ് ഏജൻറ്റ്, എയർപോർട്ട് സർവീസ് മാനേജർ, എയർപോർട്ട് സർവീസ് ഓഫീസർ, കാർഗോ ഓഫീസർ, സീനിയർ കാർഗോ അസിസ്റ്റൻറ്റ്, സെയിൽസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, സീനിയർ സെയിൽസ് സപ്പോർട്ട് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ പ്രൊഡക്റ്റ് ഓണർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ടീം ലീഡർ, എയർപോർട്ട് സർവീസ് മാനേജർ, സീനിയർ കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജൻറ്റ്, എയർപോർട്ട് സർവീസ് ഓഫീസർ, അതേപോലെ തന്നെ എയർപോർട്ട് സർവീസ് ഏജൻറ്റ്, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, റിപ്പയേഴ്സ് ഓഫീസർ, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, ലീഡ് ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, IT ഓപ്പറേഷൻസ്, സൊല്യൂഷൻ ആർക്കിടെക്ട്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് എഞ്ചിനീയർ, എഞ്ചിനീയറിംഗ് ബേസിക് ഇൻസ്ട്രക്ടർ, പ്ലാനിംഗ് എഞ്ചിനീയർ, എയർപോർട്ട് സർവീസ് റാമ്പ് ഓഫീസർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നാഷണൽ ഗ്രാജുവേറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമർ, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ 2, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ, കസ്റ്റമർ സർവീസ് അസിസ്റ്റൻറ്റ്, ഇ-കൊമേഴ്സ് സെയിൽസ് മാനേജർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജൻറ്റ്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ലീഡ് എയർക്രാഫ്റ്റ് മെക്കാനിക്, അതേപോലെ കോൺട്രാക്ട് സെൻറ്റർ ഏജൻറ്റ്, കോൺടാക്ട് സെൻറ്റർ ഏജൻറ്റ് ഇറ്റാലിയൻ സ്പീക്കിംഗ്, അതേപോലെ സ്പാനിഷ് സ്പീക്കിംഗ്. ഈ കോൺടാക്ട് സെൻറ്റർ ഏജൻറ്റിലേക്ക് സ്പാനിഷ് സ്പീക്കിംഗ് ആളുകളെയും ആവശ്യമുണ്ട്. സിന്തറ്റിക് ഫ്ലൈറ്റ് എക്സാമിനർ, ഇൻ്റർനാഷണൽ ബാച്ചിലർ സ്കോളർഷിപ്പ് പ്രോഗ്രാമർ, സിന്തറ്റിക് ഫ്ലൈറ്റ് എക്സാമിനർ, അതേപോലെ തന്നെ സെക്യൂരിറ്റി കോർഡിനേറ്റർ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ഔട്ട് സ്റ്റേഷൻ ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമർ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ടേക്ക് ഓഫ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമർ, ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ, IT ഗ്രാജുവേറ്റ് പ്രോഗ്രാമർ, ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റ്, മെറ്റീരിയൽ പ്ലാനിംഗ് സൂപ്പർവൈസർ, കസ്റ്റമർ സർവീസ് റോൾസ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യം. അതേപോലെ നാഷണൽ ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമർ. ഇത്രയും പോസ്റ്റുകൾ, ഏകദേശം 140ഓളം പോസ്റ്റുകളിലേക്കായിട്ട് അല്ലെങ്കിൽ വേക്കൻസികളിലേക്കായിട്ടാണ് ഇപ്പോൾ ആളുകളെ ആവശ്യമുള്ളത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ്. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 വീഡിയോയിൽ ഇത് നിൽക്കില്ല, ഒരുപാടധികം പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലാഗ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നേരെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കോളൂ. അവിടെ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് പതിയെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേജിലേക്ക്, അതായത് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് നിങ്ങൾ പോകുന്നതാണ്, സൈറ്റിലേക്ക് പോകുന്നതാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേക്കൻസി ഏതാണോ അതിലെ പതിയെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ടൊന്ന് പതിയെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ജോലിയെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ്. കാരണം ഒരുപാട് രാജ്യങ്ങളിലേക്ക് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ഇപ്പോൾ ആളുകളെ ആവശ്യമുണ്ട്. ഒരുപാട്, ഏകദേശം 10ഓളം രാജ്യങ്ങളിലേക്കായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ആളുകളെ ആവശ്യമുണ്ട്. നിങ്ങൾ ആ ഒരു പേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് ആപ്റ്റ് ആണെങ്കിൽ, അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി അതിലേക്ക് നിങ്ങൾ ആപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട്, എമിറേറ്റ്സ്
എയർലൈൻസിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് യോഗ്യതയുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. മറ്റൊരാളുടെയും വാക്ക് കേൾക്കാൻ നിൽക്കേണ്ട. അത്രയും മികച്ചൊരു കമ്പനിയാണ്, അത്രയും മികച്ചൊരു പൊസിഷൻ ആയിരിക്കും, അത്രയും മികച്ച സാലറി മറ്റു ബെനിഫിറ്റുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തേണ്ട. യോഗ്യതയുള്ളവർ താല്പര്യമുള്ളവർ ഉടനെ അപേക്ഷിച്ചോളൂ.